കണ്ണീർ കായലിലേതോ ഒരു കടലാസിൻ്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിനു വേറെ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയിച്ച ആരെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാ? എനിക്ക് ഓർമ്മ വരുന്ന ആരെയാണെന്നറിയാമോ? ഞാനിത് പാടിയപ്പം മൊത്തം നമ്മുടെ ശ്രീലേഖ IPS, ഇന്ത്യൻ പോലീസ് സർവീസിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി 2ാം സ്ഥാനമൊക്കെ അലങ്കരിച്ച് പുറത്തിറങ്ങിയ സാക്ഷാൽ ശ്രീലേഖ IPS മാഡത്തിൻ്റെ ഇപ്പോഴത്തെ പദവി നമ്മുടെ വല്ലപ്പുഴ കൃഷ്ണൻ ചേട്ടൻ്റെയും വല്ലാടൻ അന്തർമാൻ കാക്കാടെയും ഒക്കെ പദവിയായ വാർഡ് മെമ്പർ. ബെമ്പറേ എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, എന്നെപ്പോലുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല പോസ്റ്റാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാം. മന്ത്രിയാകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു വാർഡിലെ കൗൺസിലറോ ഒക്കെ ആവുന്നത്. പക്ഷേ അതല്ല, ആൻറ്റിയുടെ പേജ് നോക്കിയാൽ ആ പേജിലൊന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തീരുമാനിച്ച കാര്യമോ ഡെപ്യൂട്ടി മേയർ തീരുമാനിച്ച കാര്യമോ അതിൻ്റെ പോസ്റ്റോ ഒന്നും കാണുന്നില്ല. 4-5 ദിവസമായി പോസ്റ്റ് ഇടുന്നതേ ഇല്ല. ആകെ ഗേറ്റിൻ്റെ പുറത്ത് എന്നാൽ കേൾക്കുന്ന പാട്ട് ഈ പാട്ടാണ്. കണ്ണീർ കായലിലേതോ കടലാസിൻ്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ, പിന്നെ ഞാനിരുന്ന് കരയും. അതാണ് സ്ഥിതിവിശേഷം. ഇവരൊക്കെ ഇതിനകത്തോട്ടൊക്കെ വരുന്നതേ പറയുമ്പോൾ പറയും എനിക്കൊരു പദവിയും വേണ്ട, ഞാൻ ആദർശം സൂക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. വേറൊരാളിരിപ്പുണ്ട് ഒരു മൈക്കും എടുത്ത് വെച്ചുകൊണ്ട്, TP സെൻകുമാർ. പുള്ളി രാവിലെ മുതൽ ഇരുന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ക്ലാസ് എടുക്കുക. എന്തിനാണ് ഈ ക്ലാസ് എടുക്കുന്നത്? ഈ ക്ലാസ് എടുക്കുന്ന കേരളത്തിലാണ്ട് ജേന വളർത്താനാണോ? ഇവിടെ എന്തൊക്കെ അല്ലെങ്കിൽ ആണ്ട് പ്രശ്നമുണ്ടോ? ഹിന്ദു മുസ്ലിമും തമ്മിലാണ്ട് പ്രശ്നമുണ്ടോ? എവിടെയെങ്കിലും വല്ല തർക്കമുണ്ടോ? എടാ, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തെ സ്നേഹത്തെ കഴിയുന്നു, വസ്തു കച്ചവടം നടത്തുന്നു, പറ്റിക്കാൻ എല്ലാവരും കൂടെ കൂടുന്നു, പിരിവിനെല്ലാവരും ഉണ്ട്, പങ്കുകച്ചവടത്തിന് എല്ലാവരും ഉണ്ട്. പിന്നെ എന്തോ ഇവിടെ പ്രശ്നം? ഇതെടുത്ത് വെച്ച് അങ്ങ് കാച്ചുക. എന്തിനാ കാച്ചുന്നത്? എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച അടിക്കാനാ എന്ന് പറഞ്ഞതുപോലെ മേയറോ സൂപ്പർ മേയറോ ഒക്കെ ആകാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ആ പാർട്ടിയിൽ എന്തായാലും വളരെ പരിണിതപ്രജ്ഞരായ ആരൊക്കെയോ തീരുമാനിച്ചു ഇത് വാക്കേടാ, ഇപ്പോഴേ ഇത് ഒടിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഈ കസേരയിൽ കയറി ഇരുന്ന് കാണിക്കാൻ പോകുന്നതിനെല്ലാം നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. പ്രജാപതി നടക്കുന്നുണ്ടല്ലോ ഞാൻ കലങ്കിയർച്ചകളുമായിട്ട്. എന്തായാലും അങ്ങനെ ഒന്നും കൊടുത്തില്ല. ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോഴേ ഇറങ്ങി അങ്ങ് പോയി. ഇപ്പം എന്തെങ്കിലും കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവരും കെണിയിപ്പെട്ടിരിക്കുക. അവരെന്തോ ഇല്ല, നമ്മൾ ചില മിഥുനത്തിനകത്ത് നമ്മുടെ ഉർവശിയെ പായി പൊതിഞ്ഞുകൊണ്ട് പോകുമല്ലോ, ആ അടിച്ചുകൊണ്ട് പോകുമ്പം ആങ്ങളമാർ പുറകെ ചെന്ന് നോക്കുമല്ലോ ഇത് കൊണ്ടുപോയോന്ന്. അപ്പം മറ്റവർ കാണിക്കാതിരിക്കാൻ വേണ്ടി ഓടും. യഥാർത്ഥത്തിൽ ഇവർ പോയി നോക്കുന്നത് എന്തിനാ? ആ സാധനമാണോ കൊണ്ടുപോയെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞതുപോലെ അവരിപ്പോൾ വെട്ടി വീണിരിക്കുക, അവരിപ്പോൾ ആകെ കുഴഞ്ഞു കിടക്കുക. ഇനിയിപ്പോൾ അവരെന്തൊരു ചെയ്യുന്നറിയാമോ? ചിലപ്പോൾ ഒരു വനിതാ കമ്മീഷൻ അംഗം, ദേശീയ വേറെന്തെങ്കിലും ഒരു പദവി, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവർ കൊടുക്കുമ്പോൾ മാത്രമേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തുടങ്ങുള്ളൂ. അതുവരെ തിരുവനന്തപുരത്തിന് മേയറും ഇല്ല, ഡെപ്യൂട്ടി മേയറും ഇല്ല, ഒന്നുമില്ല. പറയുമ്പോഴോ സനാതനധർമ്മം പുനഃസ്ഥാപിക്കാൻ, സംസ്കരിച്ച് മാനവികതയിലൂടെ പുട്ടുകുറ്റിയിലേക്ക് കയറ്റി കുത്തിയിറക്കാൻ, ഇടിയപ്പം ബീച്ചുന്നത് പോലെ ഇങ്ങനെ സനാതനധർമ്മം ഞെക്കിയിറക്കാൻ ഒന്നുമില്ല. ഇവരുടെയൊക്കെ പദവിയേ ഉള്ളൂ. ഇവരൊക്കെ ഇതിൽ ലഹരി പിടിച്ചു പോയവരാ. സല്യൂട്ടടിയും പിന്നെ അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ ഒരു കതവ് തുറപ്പും, ചെല്ലുന്നിടത്ത് 5-6 പേര് ഓട്ടവും, കുറേ പാവപ്പെട്ടവന്മാർ എഴുന്നേറ്റ് നിൽക്കലുമൊക്കെ അനുഭവിച്ച് മനസ്സങ്ങനെ അങ്ങ് പാകപ്പെട്ടു പോയതാണ്. അതില്ലാതെ വരുമ്പോൾ ഒരു വിറയലൊക്കെ വരും. അതിനൊരു അവസരം തേടിയാണ് ഏതെങ്കിലും പാളയത്തിലെത്തുന്നത്. അപ്പോൾ മേയറൊക്കെ ആയിരുന്നെങ്കിൽ ആ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങലും സിനിമയിലൊക്കെ അഭിനയിച്ച പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോ ഓഫൊക്കെ കാണിക്കായിരുന്നു. ആ ദേഷ്യത്തിനാണ് VK പ്രശാന്തിനെ വിളിച്ച് ആഫീസ് ഒഴിയണമെന്ന് പറഞ്ഞത്. ഒരിട്ടൊരു പണി, VK പ്രശാന്ത് MLA ആഫീസ് ഒഴിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതാണ് സ്ഥിതിവിശേഷം. അതുകൊണ്ട് ഈ പാട്ടിനൊരു പരിഹാരം കണ്ടെത്തി എനിക്ക് താമസിയാതെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ അപ്പൂ ഇപ്പൂ എന്ന് പറയുന്ന ആ പാട്ട് പാടാനുള്ളൊരു അവസരം ഉണ്ടാക്കണം, കണ്ണീർ കായലൊന്ന് മാറ്റാൻ.